വെൽക്കം ടു ബാലസ്റ്റ് ബില്ലിംഗ് സോഫ്റ്റ്വെയർ. ഇന്ന് നമ്മുടെ ടോപ്പിക്ക് നമ്മുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ എങ്ങനെ ഒരു പർച്ചേസ് റിട്ടേൺ നമുക്ക് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ്. മെയിനായും നമ്മൾ പർച്ചേസ് റിട്ടേൺ അടിക്കുന്ന ഒരു കേസ് വരുന്നത് ഒന്നെങ്കിൽ ഐറ്റംസ് മിസ്മാച്ച് വരിക, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന ഐറ്റംസ് കംപ്ലൈൻറ്റ്സ് വരിക, അല്ലെ ഡാമേജസ് വരിക. അങ്ങനെ വരുന്ന കേസുകളിലാണ് നമ്മൾ മെയിനായിട്ടും പർച്ചേസ് റിട്ടേൺ അടിക്കുന്നത്. അപ്പൊ നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് പർച്ചേസ് റിട്ടേൺ നമുക്ക് അടിക്കാൻ വേണ്ടി സാധിക്കും. ആദ്യം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ സോഫ്റ്റ്വെയർ ഒന്ന് ലോഗിൻ ചെയ്യാം. പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞൊരു ഹെഡ് ഉണ്ട്. ആ ഒരു ഹെഡിലാണ് നമ്മൾ പർച്ചേസ് റിട്ടേൺ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. പ്രീവിയസ് ആയി നമ്മൾ അടിച്ചിരിക്കുന്ന പർച്ചേസ് റിട്ടേൺസ് എല്ലാം നമുക്ക് ഇവിടെ ഫ്രം ഡേറ്റും ടു ഡേറ്റും വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്ത് എടുക്കാൻ വേണ്ടി സാധിക്കും. പുതിയതായി ഒരു പർച്ചേസ് റിട്ടേൺ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ന്യൂ പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ആ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പുതിയതായി ഒരു വിൻഡോ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. സെലക്ട് സപ്ലയർ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. ഏത് സപ്ലയറുടെ അടുത്തു നിന്നാണോ നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് ആ ഒരു സപ്ലയറെ നമ്മുടെ പർച്ചേസ് റിട്ടേൺ വിൻഡോയിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് സെലക്ട് സപ്ലയർ എന്ന് പറഞ്ഞൊരു സെക്ഷൻ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ സപ്ലയറുടെ ലിസ്റ്റുകളും കസ്റ്റമർ ലിസ്റ്റുകളും എല്ലാം വരുന്നുണ്ടാവും. അതിനകത്തുനിന്ന് നമുക്ക് വേണ്ട നമ്മുടെ ഏത് സപ്ലയർ ആണോ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്, ഏത് സപ്ലയറുടെ കയ്യിൽ നിന്നാണോ നമ്മൾ ഐറ്റംസ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് ആ ഒരു സപ്ലയറെ നമ്മൾ ചൂസ് ചെയ്യുക. ശേഷം നമ്മുടെ കീബോർഡിലെ എൻ്റർ കീ പ്രസ് ചെയ്യുക. അതോടുകൂടി തന്നെ നമ്മുടെ പർച്ചേസ് റിട്ടേൺ വിൻഡോയിലേക്ക് നമ്മുടെ സപ്ലയറെ നമ്മൾ ലോഡായി. ശേഷം നമുക്ക് കിട്ടിയിരിക്കുന്ന പർച്ചേസ് ബിൽ നമ്പർ, നമ്മൾ ഏത് പർച്ചേസ് ബില്ലിന് എഗെയിൻസ്റ്റ് ആയിട്ടാണോ ആ പർട്ടിക്കുലർ ഐറ്റംസ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് ആ പർച്ചേസ് ബിൽ നമ്പർ നമ്മളിവിടെ മാനുവലായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ബില്ലിലേക്ക് ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായി ഗ്രീൻ ബാറിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മുടെ കീബോർഡിലെ എൻ്റർ കീ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ഡീൽ ചെയ്യുന്ന ഐറ്റംസ് എന്തൊക്കെയാണോ ഐറ്റംസ് ഫുള്ള് ലിസ്റ്റ് വരും. അതിനകത്തുനിന്ന് നമുക്ക് ഐറ്റം കോഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഐറ്റത്തിന്റെ നെയിം വെച്ചോ സെർച്ച് ചെയ്ത് നമ്മുടെ ഐറ്റംസിനെ നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും. ഓരോ ഐറ്റംസും നമ്മൾ അങ്ങനെ ലോഡ് ചെയ്യുക. അതിന്റെ ക്വാണ്ടിറ്റി എത്ര പീസാണ് നമ്മൾ പർച്ചേസ് റിട്ടേൺ അടിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ കൊടുക്കുക. എത്ര രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് അതേ സെയിം റേറ്റിൽ തന്നെ നമുക്ക് പർച്ചേസ് റിട്ടേൺ അടിക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ഓരോ ഐറ്റംസും നമ്മൾ അങ്ങനെ ലോഡ് ചെയ്യുക. ഐറ്റംസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടും അതിന്റെ ക്വാണ്ടിറ്റിയും അതിന്റെ റേറ്റും കാര്യങ്ങളും എൻ്റർ ചെയ്ത ശേഷം സേവ് ഇൻവോയ്സും ഉണ്ട്, പേ ആൻഡ് പ്രിന്റ് എന്ന് പറഞ്ഞൊരു സെക്ഷനും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസിൽ ഏത് ഓപ്ഷൻസ് വേണേലും ചൂസ് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ആയിട്ട് രീതിയിൽ കൊടുക്കുക. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ ബില്ലിംഗ് വിൻഡോയിൽ നമുക്ക് പർച്ചേസ് റിട്ടേൺ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സാധിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോസ്.